അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹറം 26 ജൂലൈ 11 കേട്ടോ. അതിൽ 1-ാം നമ്പർ ഗേറ്റാണ് ഈ കാണുന്നത്. പരിശുദ്ധമായ ഹറമിൻ്റെ 85-ാം നമ്പർ ഗേറ്റിൻ്റെ അടുത്താണ് ഉള്ളത് കേട്ടോ. സാധാരണ നമ്മൾ അവിടെ നിന്നാണ് വീഡിയോ ഒക്കെ ചെയ്യാറ്, 1-ാം നമ്പർ ഗേറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ 85-ാം നമ്പർ ഗേറ്റ്, ഇവിടെയൊക്കെ കാർപ്പറ്റൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കാർപ്പറ്റൊക്കെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ കവാടം 85-ആണ് കേട്ടോ ഉണ്ടോ. അന്നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഈ കവാടത്തിൻ്റെ നേരെ ഈ ഭാഗത്ത് 79-ാം നമ്പർ ഗേറ്റ്, അന്നേരം ആ ഭാഗത്ത് പോയിട്ട് കുറച്ച് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇൻഷാ അല്ലാഹ്. എന്തായാലും ഈ പ്രഭാതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചവൻ തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഇടാണ് കണ്ടോ. ഇവിടെയാണ്, ഇതാണ് പള്ളി കേട്ടോ, കറുത്ത ഗ്ലാസ് ഉണ്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിലുള്ള പള്ളിയായിട്ടാണ് അവിടെ നാമകരണം ചെയ്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്താണ് 6-ാം നമ്പർ ബാത്റൂം. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇബ്രാഹിം ഖലീൽ റോഡിലേക്ക് ഇറങ്ങാം. ലെഫ്റ്റ് സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഷുബൈക്കലേക്ക് പോകട്ടോ, ഈ ദാറു തൗഹീദിൻ്റെ ഭാഗത്ത് കൂടി. അതായത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. പ്രഭാതം അള്ളാഹു സുന്ദരമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാ ഇവിടെ നിന്ന് നമുക്ക് കഅബാനെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഉണ്ടോ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. ഈ പ്രഭാതത്തിൻ്റെ മാത്രം കൊണ്ട് കുറച്ചവന് ഹൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാദികൾ, സൗഹൃദങ്ങൾ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാരുപ്പമാരൊക്കെ ഉണ്ട് കുറച്ചാൻ, അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ. അതുപോലെ രോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു കാമിലാ ശിഫ നൽകട്ടെ. അതുപോലെ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങളിലൊക്കെ അള്ളാഹു കാമിലാ ശിഫ നൽകട്ടെ. ആമീൻ. ഈ കഅബാലയത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവർക്കും റാഹത്തും സമാധാനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ലൊരു പ്രഭാതം. 79-ാം നമ്പർ ഗേറ്റാണ് കേട്ടോ കാണുന്നത്. അതായത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയൊരു ആംബുലൻസ് ഒക്കെ കണ്ടെങ്കിൽ രോഗികളൊക്കെ കൊണ്ടുവന്നതാണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ജബൽ ഉമറിനോട് ചേർന്ന് തന്നിട്ടുള്ള ദാറു തൗഹീദ് ഹോട്ടലിൻ്റെ ചെറിയ കാഴ്ചകളും ഇവിടെ 6-ാം നമ്പർ ബാത്റൂമിൽ ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജബൽ ഉമറിൻ്റെ ബിൽഡിംഗ് ആണ് ആ ഭാഗത്ത്. ജബൽ ഉമർ മല പണ്ട് ഉണ്ടായിരുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് കേട്ടോ. അതൊക്കെ പൊളിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങൊക്കെ ഇവിടെ പണിയത്. അന്നേരം ഇവിടെ 6, 7, 7-ാം നമ്പർ ബാത്റൂം ഉണ്ടോ. അന്നേരം ഇവിടെ നേരെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് മിസ്ഫല ഭാഗത്തേക്ക് പോകാൻ പറ്റും, ഇബ്രാഹിം ഖലീൽ. ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ക്ലോക്ക് ടവറൊക്കെ കാണാം കേട്ടോ. പഴയ മക്ക ടവറാണ്. ഇതിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീടുണ്ടായിരുന്നത് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളടുത്ത് ഇതാണ് പള്ളിയൊക്കെ കാണാം, കറുത്ത ഇതുണ്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇതിവിടെ ലഗേജ് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ. 6-ാം നമ്പർ ബാത്റൂമിൻ്റെ പുറകിൽ. അന്നേരം 6, 7 അത് മിസ്ഫലയാണ് ആ ഭാഗത്ത്. ഇത് ഷുബൈക്കാണ് കേട്ടോ ഈ ഭാഗത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. അസ്സലാം.